ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടാക്കിൾ വിത്ത് അസ്. ഇന്ന് നമ്മൾ ചാപ്റ്റർ 1 ഇലക്ട്രിക് ചാർജിൻ്റെ പാർട്ട് 2 ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താണ് ഇലക്ട്രിക് ചാർജ് എന്നും എങ്ങനെയാണ് ഇൻസുലേറ്റേഴ്സിനെയും കണ്ടക്ടേഴ്സിനെയും ചാർജ് ചെയ്യുക എന്നും പഠിച്ചു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഈസ് അബൌട്ട് കുലോംസ് ലോ. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു ദർ ആർ ബോത്ത് പോസിറ്റീവ് ചാർജസ് ആൻഡ് നെഗറ്റീവ് ചാർജസ്. ചാർജ് ഏതായാലും ദർ എക്സിസ്റ്റ് എ ഫോഴ്സ് ബിറ്റ്വീൻ ദം ആൻഡ് ഈ ഫോഴ്സിനെ കുറിച്ചാണ് കുലോംസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താണ് കുലോംസ് ലോ എന്ന് നോക്കാം. ലെറ്റ്സ് കൺസിഡർ ടു ചാർജസ് Q1 ആൻഡ് Q2. Q1നെയും Q2നെയും നമ്മൾ പോയിന്റ് ചാർജസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇറ്റ് ഈസ് ബിക്കോസ് ഈ ചാർജസിൻ്റെ സൈസും ഇവർ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസും കമ്പയർ ചെയ്താൽ സൈസ് ഓഫ് ദീസ് ചാർജസ് ഇസ് നെഗ്ലിജിബിൾ, അഥവാ ഇറ്റ്സ് വെരി സ്മോൾ. അതുകൊണ്ടാണ് Q1നെയും Q2നെയും പോയിന്റ് ചാർജായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ R ആണ്. ഈ രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സിനെ ഡിനോട്ട് ചെയ്യാൻ കുലോംസ് ലോ രണ്ട് റിലേഷനാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണെങ്കിലും ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ആണെങ്കിലും F is inversely proportional to R². R എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള സെപ്പറേഷനാണ്. ഈ റിലേഷൻ സ്റ്റേറ്റ് ചെയ്യുന്നത് ആസ് ദിസ് ഡിസ്റ്റൻസ് ഇൻക്രീസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ വിൽ ഡിക്രീസ്. അതുകൊണ്ടാണ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് റിലേഷൻ നോക്കാം. F is directly proportional to mod of Q1 into mod of Q2. പോസിറ്റീവ് ചാർജ് ആണെങ്കിലും നെഗറ്റീവ് ചാർജ് ആണെങ്കിലും നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമായിരിക്കും കൺസിഡർ ചെയ്യുക. അതുകൊണ്ടാണ് മോഡ് Q1 ഇൻറ്റു മോഡ് Q2 എന്ന് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ഈ റിലേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലായി ചാർജസിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് അവർ തമ്മിലുള്ള ഫോഴ്സും ഇൻക്രീസ് ചെയ്യും. ഈ രണ്ട് റിലേഷൻസ് യൂസ് ചെയ്ത് നമുക്ക് കുലോംസ് ലോയിന് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. ഇതിനെ നമുക്ക് കമ്പൈൻ ചെയ്ത് F is directly proportional to Q1 into Q2 by R² എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ ഈക്വൽ ആക്കി മാറ്റാനായിട്ട് നമുക്ക് RHSനെ ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. വി വിൽ ഗെറ്റ് F is equal to K into Q1 into Q2 by R². ഇനി നമുക്ക് എന്താണ് ഈ കോൺസ്റ്റൻറ്റ് K എന്ന് നോക്കാം. K is equal to 1/4πε0. ഈ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ കാണാം എല്ലാ ടേംസും ദേ ആർ സം കോൺസ്റ്റൻറ്റ്സ്. അവർക്കൊക്കെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് ഉള്ളത്. അതുകൊണ്ടാണ് Kയ്ക്കും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയ 9 × 10⁹ എന്ന വാല്യൂ വന്നത്. ഈ റേഷ്യോയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്കറിയാം ബാക്കി ടേംസൊക്കെ നമുക്ക് ഫെമിലിയർ ആണ്. ഈ ε0 എന്ന ടേം മാത്രമാണ് നമുക്ക് ഫെമിലിയർ അല്ലാത്തത്. അപ്പോൾ ε0 എന്താണെന്ന് നോക്കാം. ε0 is known as permittivity of free space or air. ആൻഡ് ഈ ε0ക്ക് ഒരു വാല്യൂം കൂടിയുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു 8.854 × 10⁻12 കുലോംബ് സ്ക്വയർ N⁻⁻1 m⁻². ε0യ്ക്കും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ വന്നു. അതുകൊണ്ടാണ് K ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നത്. ഇനി നമുക്ക് കുലോംസ് ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്യാം. കുലോംസ് ലോ ക്യാൻ ബി റിട്ടൺ ആസ് F is equal to 1/4πε0 into Q1 into Q2 by R². ഈ 1/4πε0 എന്ന് പറയുന്നത് Kയുടെ വാല്യൂ ആണ്. ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യണത് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമായിരിക്കും. ദാറ്റ് ഈസ് ദിസ് ഇക്വേഷൻ ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഇഫ് ദ മീഡിയം ബിറ്റ്വീൻ ടു ചാർജസ് ഈസ് എയർ. അതായത് ഇവിടെ രണ്ട് ചാർജസ് ഉണ്ട്. ഈ രണ്ട് ചാർജസിനും ഇടയ്ക്കുള്ള മീഡിയം, ദ മീഡിയം ബിറ്റ്വീൻ ദീസ് ടു ചാർജസ്, ഇത് എയർ അഥവാ ഫ്രീ സ്പേസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എയർ അല്ല രണ്ട് ചാർജസിനും ഇടയ്ക്കുള്ള മീഡിയം എങ്കിൽ ഇക്വേഷന് ഒരു ചെറിയൊരു മാറ്റം വരും. ഇവിടെ 1/4πε0 into εr എന്നൊരു അഡീഷണൽ ടേം വരും.
ഈ എപ്സിലോൺ ആർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. ബട്ട് ഈ ഇക്വേഷൻസിൽ നിന്ന് നമുക്ക് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കിട്ടുള്ളൂ. ഫോഴ്സ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, സോ ഇറ്റ് ഹാസ് ഗോട്ട് എ ഡയറക്ഷൻ ടു. ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിനെയും ഡയറക്ഷനെയും ഒരുമിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോഴ്സിൻ്റെ വെക്റ്റർ ഫോം ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് ഫോഴ്സിൻ്റെ വെക്റ്റർ ഫോം ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ലെറ്റ്സ് കൺസിഡർ ദിസ് ഫിഗർ. ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ദർ ആർ ടു ചാർജസ് Q1 ആൻഡ് Q2. Q1നെയും Q2നെയും ഞാൻ ലൈക്ക് ചാർജസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതായത് ഒന്നെങ്കിൽ രണ്ട് ചാർജസും പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ട് ചാർജസും നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ ഞാൻ Q1നെയും Q2നെയും പോസിറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഒരു ഒറിജിൻ O കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് പൊസിഷൻ വെക്റ്റർ ഓഫ് Q1 is R1 and position vector of Q2 is R2. ഇനി ഇവിടെ നമുക്ക് കാണാം വെക്റ്റർ F12 ആൻഡ് F21. ഈ F12 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2. Q2ൻ്റെ പ്രസൻസ് കാരണം Q1ൽ എക്സേർട്ടഡ് ആവുന്ന ഫോഴ്സാണ് F12. ആൻഡ് ഇവിടെ F21 കാണാം ഇറ്റ് ഈസ് ഫോഴ്സ് ഓൺ Q2 ഡ്യൂ ടു Q1. Q1ൻ്റെ പ്രസൻസ് കാരണം Q2വിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. നൗ ദ നെക്സ്റ്റ് വൺ ഇസ് വെക്റ്റർ ലീഡിങ് ഫ്രം Q1 ടു Q2. ഇവിടെ ഒരു ആരോ ഞാൻ റെപ്രസെൻറ്റ് ചെയ്തേക്കണ കാണാം ആൻഡ് ഇറ്റ് ഡിനോട്ട്സ് R21. R21 കിട്ടാനായിട്ട് we have to find the difference between vector R2 and vector R1. So R21 is equal to R2 minus R1. Now vector leading from 2 to 1. ഈ ഫിഗറിൽ ഞാൻ R21 മാത്രമേ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളൂ. നമുക്ക് Q2വിൽ നിന്ന് Q1ലോട്ട് ഒരു ആരോ കൊടുക്കാം. ആൻഡ് ഇറ്റ് റെപ്രസെൻറ്റ് വെക്റ്റർ ലീഡിങ് ഫ്രം 2 to 1. and it is denoted by R12 and R12 എന്ന് പറയുന്നത് it will be equal to R1 minus R2, ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇപ്പോൾ നമുക്ക് വെക്റ്റർ R12 ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് വെക്റ്റർ R21 കിട്ടി. ഇനി നമുക്ക് എങ്ങനെയാണ് ഫോഴ്സിൻ്റെ ഇക്വേഷനിലോട്ട് ഡയറക്ഷനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് വി മേക്ക് യൂസ് ഓഫ് യൂണിറ്റ് വെക്റ്റേഴ്സ്. ഡയറക്ഷൻ ഫ്രം 1 to 2, അതായത് ചാർജ് 1ൽ നിന്ന് ചാർജ് 2ലോട്ട് എന്നുള്ള ആ ഡയറക്ഷനെ ഡിനോട്ട് ചെയ്യാൻ വി മേക്ക് യൂസ് ഓഫ് ദി യൂണിറ്റ് വെക്റ്റർ R21. ഈ യൂണിറ്റ് വെക്റ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഈ ആറിന് മുകളിൽ ഈ ക്യാപ്പ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു വെക്റ്റർ R21 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ R21. വെക്റ്റർ ബൈ മാഗ്നിറ്റ്യൂഡ് ഗിവ്സ് ദ യൂണിറ്റ് വെക്റ്റർ. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഡയറക്ഷൻ ഫ്രം 2 to 1. അതായത് ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? ഇറ്റ് ഈസ് യൂണിറ്റ് വെക്റ്റർ R12 ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു വെക്റ്റർ R12 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ R12. ഇതിൽ തെറ്റ് വരുത്തരുത്. 1 to 2 ഡിനോട്ട് ചെയ്യാൻ യൂണിറ്റ് വെക്റ്റർ R21 ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ 1 to 2 ആണെങ്കിൽ ഇവിടെ 2 1 ആയിരിക്കും. ഇവിടെ 2 to 1 ആണെങ്കിൽ ഇവിടെ 1 2 ആയിരിക്കും. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, അത് തെറ്റ് വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഫോഴ്സിൻ്റെ വെക്റ്റർ ഫോം ഇക്വേഷൻ നോക്കാം. അതിനായിട്ട് ലെറ്റ്സ് കൺസിഡർ ടു ചാർജസ് Q1 ആൻഡ് Q2. Q1 ആൻഡ് Q2ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ Q1 ആൻഡ് Q2 ആർ ഓഫ് സെയിം സൈൻ. ഒന്നെങ്കിൽ Q1ഉം Q2ഉം പോസിറ്റീവ് ചാർജസ് ആണ്, അല്ലെങ്കിൽ Q1 ആൻഡ് Q2 ആർ നെഗറ്റീവ് ചാർജസ്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം രണ്ട് ചാർജസും സെയിം സൈൻ ആയ കാരണം their forces are repelling. They are pointing outwards. ഈ കേസിൽ നമ്മൾ എഴുതാൻ പോകുന്നത് വെക്റ്റർ F21ൻ്റെ ഇക്വേഷനാണ്. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് F21 is acting along the unit vector R21. So equation becomes like this.
F21 will be equal to 1 by 4 pi epsilon 0 into Q1 into Q2 by R21 square into unit vector R21. ഈ F21ൻ്റെ ഇക്വേഷൻ എഴുതിയ പോലെ തന്നെ we can write equation for F12. The only difference will be in the direction. യൂണിറ്റ് വെക്റ്റർ R12 ആയിരിക്കും, കാരണം it is acting along the direction Q2 to Q1. So F12ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1 by 4 pi epsilon 0 into Q1 into Q2 by R12 square into unit vector R12. ഈ F12ൻ്റെയും F21ൻ്റെയും ഇക്വേഷനിൽ നിന്ന് we can say that F12 is equal to minus of F21. മീൻസ് അവരുടെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്, ബട്ട് ദേ ആർ ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദീസ് ഫോഴ്സസ് അഥവാ കുലോംസ് ലോ അഗ്രീസ് വിത്ത് ന്യൂട്ടൺസ് തേർഡ് ലോ വിച്ച് സ്റ്റേറ്റ്സ് എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ ടാക്കിൾ വിത്ത് us. See you friends in our next video.